ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗം. ക്രിസ്തു ശിഷ്യന്മാരെ ഈശോ വിളിക്കുന്നതാണ് ഈ വചന ഭാഗം. കഴിഞ്ഞ നാളുകളിലൊക്കെ സമ്പത്തിനോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ അനുബന്ധമെന്നോണം ഈശോ പറഞ്ഞു വെക്കുന്ന ചിന്ത ഉപേക്ഷിക്കലിൻ്റെ പുണ്യത്തെക്കുറിച്ചാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ വചനഭാഗം നമ്മുടെ മുമ്പിൽ ഈശോ ഉയർത്തുന്നത്. തിബേരിയസ് കടലിൻ്റെ താളമറിയാവുന്ന, അതിലെവിടെയൊക്കെ മത്സ്യമുണ്ടെന്നും എവിടെ വലയിട്ടാൽ മീൻ കിട്ടുമെന്നും എവിടെ ആണ് മീനിൻ്റെ ചാകര ഒളിഞ്ഞു കിടക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന 2 മിടുക്കന്മാരായിട്ടുള്ള മുക്കുവന്മാരായിരുന്നു പത്രോസും സഹോദരൻ അന്ത്രയോസും. ഈശോയുടെ അവരുടെ അടുക്കലെത്തുമ്പം അവർ ഗദ്ഗദകണ്ഠനായിട്ട് ഈശോയോട് പറയുകയാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അവൻ്റെ സൗമനസ്യം നിറഞ്ഞ മുഖഭാവം, അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഈശോ കാണിക്കുന്നൊരു വ്യഗ്രത, ഇത് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ അവനെ ഗുരുസ്ഥാനീയരായിട്ട് കണ്ടപ്പോൾ ഈശോ പറഞ്ഞു, മക്കളെ, നിങ്ങൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയുക. മറിച്ചൊരു വാക്ക് പറയാതെ ആ ശിഷ്യന്മാർ വല വലിച്ചെറിയുകയാണ് സാഗരത്തിലേക്ക്. നാം കാണുന്നു, അവർക്ക് വലിച്ചു കയറ്റാനാവാത്ത വണ്ണം വള്ളം നിറയെ മീൻ. ഇത് അത്ഭുതമായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന പത്രോസ് ഈശോയുടെ കാൽക്കൽ വന്ന് വീണിട്ട് പറയുകയാണ്, തമ്പുരാനെ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇടപെടരുത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ എങ്ങനെ ജീവിച്ചു പോയിക്കൊള്ളാം. 2 വള്ളം നിറയെ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും അവരുടെ കൂട്ടുകാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ വള്ളം നിറയെ മീനുമായിട്ട് കരക്കെടുത്തപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കണം. 2 വള്ളം നിറയെ മീനെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കണക്കൊക്കെ വെച്ച് നോക്കിയാൽ കോടാനുകോടി തുകയുടെ വകുപ്പുണ്ട്, മീനുണ്ട്. കരയ്ക്ക് കയറ്റിയ വള്ളത്തിൽ നിന്ന് ഒരു നത്തോലിയെ പോലും എടുക്കാൻ സമ്മതിക്കാതെ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം. ഇവിടെ ഉപേക്ഷിക്കത്തത്ര ചെറുതൊന്നും ആയിരുന്നില്ല, വലിയൊരു ഉപേക്ഷിക്കല. 2 വള്ളം നിറയെ മീൻ. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാർ, സെബദിപുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം അപ്പൻ സെബദിയെ, എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് അവർ ഈശോയുടെ പിന്നാലെ പോവുക. ഈശോയുടെ പിന്നാലെ പോകുന്നതിൻ്റെ സുഖം ഈ ഉപേക്ഷിക്കലിലുണ്ട് എന്ന് ശിഷ്യന്മാർ പിന്നീട് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിലപിടിപ്പുണ്ടെന്ന് കരുതുന്ന, ഞാൻ ആശ്രയം വെച്ചിരിക്കുന്ന ചിലതൊക്കെ വേണ്ട എന്ന് വെക്കാൻ കാണിക്കുന്ന ഒരു മനോഭാവമാണ് ഈ നോമ്പ് കാലത്തിൻ്റെ പുണ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷം തരുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ ആത്മീയ ആനന്ദത്തിലേക്ക് ഉയർത്തുന്ന ചില മേഖലകളിൽ നിന്ന് ബോധപൂർവമായ ഒരു വിട്ടുപോരൽ നമുക്ക് ആവശ്യമുണ്ട്. യേശുവിൻ്റെ ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ ഈ ഉപേക്ഷിക്കലാണ്. ആ ഉപേക്ഷിക്കൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെയും പുണ്യമായി മാറുമ്പോൾ ഈശോ സന്തോഷിക്കും, ഈശോ അനുഗ്രഹിക്കും. കാരണം അവൻ ആഗ്രഹിക്കുന്ന നോമ്പ്, അവൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഈ ഉപേക്ഷിക്കലുകളിലൂടെ നീ ഒരുപക്ഷെ തേടി വെക്കുന്നതും സ്വരുക്കൂട്ടി വെക്കുന്നതുമൊക്കെ ഇല്ലാത്തവനുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഭക്ഷണപാനീയങ്ങളാകട്ടെ, അല്ലെങ്കിൽ TV പ്രോഗ്രാമുകളാകട്ടെ, വാട്സപ്പിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാകട്ടെ, വേണ്ട എന്ന് നീ വെക്കുന്ന ചില കാര്യങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒത്തിരി വിലയുണ്ടാക്കാൻ നമ്മുടെ തമ്പുരാന് സാധിക്കും. ഭക്ഷ്യവിഭവങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കുമ്പോൾ 50 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു തുകയുണ്ടാകും. അത് പിന്നീട് അടിച്ചു പൊളിക്കാനുള്ളതല്ല. അത് ഗതികേടുകാരൻ്റെ, പാവപ്പെട്ടവൻ്റെ
കരയുന്നവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ അവിടെ നിൻ്റെ നോമ്പിന് വരെ ഉണ്ടാകും. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.